ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എൻ്റെ കറണ്ട് ബില്ല് 12,000 ഉണ്ടായിരുന്നത് നമ്മൾ ഡെയിലി AC യൂസ് ചെയ്യുന്നാൽ പോലും എനിക്ക് ഒരു 300 രൂപ. എൻ്റെ പേര് അജു പോൾ എന്നാണ്. ഞാൻ പാമ്പാക്കുട, അതായത് മൂവാറ്റുപുഴ അടുത്ത് പാമ്പാക്കുടയാണ് എൻ്റെ സ്ഥലം. ഒരു സോളാർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇലക്ട്രിസിറ്റി ബില്ല് ഒബ്വിയസ്ലി ഒരു 10,000 പ്ലസ് 12,000 പ്ലസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സോളാറിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. വീട്ടിൽ തന്നെയാണെങ്കിലും ഗ്യാസിൻ്റെ കൺസംഷൻ കൂടുതൽ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം എന്തുകൊണ്ട് സോളാർ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് സോളാർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. എൻ്റെ ഒരു കസിനാണ് എന്നെ റിനോൾട്ടിനെ പരിചയപ്പെടുത്തിയത്. ഞാൻ 2-3 ആളുകളെ കൺസിഡർ ചെയ്തിട്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ റിനോൾട്ടാണ് ഐ ഫൗണ്ട് ദ ബെസ്റ്റ്. അവരുടെ ലീഡർഷിപ്പ് ടീം അന്ന് തന്നെ ഞാൻ വിളിച്ചന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ഒരു ടൈം ഫിക്സ് ചെയ്തു. അവർ അരുണും പിന്നെ ജിബിനും അടക്കമുള്ള 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് സൊല്യൂഷൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സൊല്യൂഷൻ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ വേറൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻവേർട്ടേഴ്സിൻ്റെ കാര്യത്തിൽ ജനറലി എല്ലാവരും ചെയ്യുന്നത് ഒരു സിംഗിൾ ഇൻവേർട്ടർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറിയിട്ട് മൾട്ടിപ്പിൾ ഇൻവേർട്ടേഴ്സ്, അതായത് മൈക്രോ ഇൻവേർട്ടേഴ്സിനെ നമ്മുടെ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കി. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ റിൻവോൾട്ട് സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ ഒരു ടെക്നോളജി എന്ത് വേണം എന്നുള്ള കാര്യത്തിൽ ഡിസൈഡ് ചെയ്തത്. സാധാരണ ഇൻവേർട്ടേഴ്സിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പക്ഷേ അതിൻ്റെ പ്രോസും കോൺസും ഉണ്ട്. അപ്പോൾ പ്രോസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അതിൻ്റെ കോസ്റ്റ് ഫാക്ടറാണ്. കോസ്റ്റ് കുറവായിരിക്കും, പക്ഷേ അതിനകത്ത് ഔട്ട്പുട്ട് കുറവായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം മൾട്ടിപ്പിൾ പാനൽസ് വെച്ച് കഴിയുമ്പം ഏതെങ്കിലും ഒരു പാനലിന് ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്ഷൻ ഓഫ് പാനൽസിൽ നിന്നുള്ള പ്രൊഡക്ഷൻ നിന്ന് പോകും. പക്ഷേ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഓരോ പാനലിലും നമ്മൾ ഇൻവേർട്ടേഴ്സ് വെച്ചാൽ അഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ ഒരു പാനലിൽ പ്രശ്നം വന്നാലും ആ പാനലിലെ ഔട്ട്പുട്ടാണ് നമുക്ക് കുറയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോർഷൻ ഓഫ് പാനൽസിൻ്റെ ഔട്ട്പുട്ട് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് മൈക്രോ ഇൻവേർട്ടേഴ്സിലേക്ക് പോയത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എൻ്റെ കറണ്ട് ബില്ല് 12,000 ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ 12,000 പ്ലസ് ഉണ്ടായിരുന്നത്, നമ്മൾ ഡെയിലി AC യൂസ് ചെയ്യുന്നാൽ പോലും എനിക്ക് ഒരു 300 രൂപ അല്ലെങ്കിൽ 325, 300-നും 350-നും ഇടയ്ക്ക് എടുത്തു. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗ്യാസ് കൺസംഷൻ. അത് നമ്മൾ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു 25 ദിവസമൊക്കെ കൂടുമ്പോൾ ഒരു കുറ്റി ഗ്യാസ് നമ്മൾ മാറണമായിരുന്നു. ഇപ്പം അത് 3 മാസത്തിൽ ഒരിക്കലായിട്ട് മാറി. പല രീതിയിൽ നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ഇപ്പം ട്രസ്റ്റ് ഫ്രീ ആണ്.